പ്രവാസികളെല്ലാം പണമുള്ളവരല്ലേ? ഈ ചോദ്യം പലപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം പ്രവാസികളുടെ പെൻഷനെ കുറിച്ച് ഒരു ചർച്ച സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. ആ ചർച്ചയിൽ കണ്ട ചില അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ പ്രവാസിയുടെ ജീവിതം പുറമേ നിന്ന് മാത്രം കണ്ടതുകൊണ്ടാകാം അങ്ങനെ എല്ലാവരും പണമുള്ളവരായി നമുക്ക് തോന്നുന്നത്. നാട്ടിൽ അവധിക്ക് വരുന്ന പ്രവാസിയെ നിങ്ങൾ കാണുമ്പോൾ നല്ല വസ്ത്രം, നല്ല പെർഫ്യൂം, കയ്യിൽ പുതിയ ഫോൺ, കുട്ടികൾക്ക് സമ്മാനങ്ങൾ, ബന്ധുക്കൾക്ക് സഹായം, ഇതൊക്കെ കാണുമ്പോൾ നമ്മളങ്ങ് വിചാരിക്കും ഇവൻ എന്ത് ദാരിദ്ര്യമെന്ന്. പക്ഷെ നമ്മൾ കാണുന്നത് അവൻ്റെ ജീവിതത്തിലെ 2 മാസമാണ്, 2 മാസം. നമ്മൾ കാണാത്തത് അവൻ്റെ ബാക്കി 10 മാസങ്ങളാണ്. 50 ഡിഗ്രി ചൂടിൽ ഉരുകുന്ന ശരീരം, കൊടുന്തണുപ്പിൽ മരവിക്കുന്ന കൈകാലുകൾ, അന്യദേശത്തെ ഏകാന്തമായ മുറി, അപരിചിതമായ ഭാഷ, അപരിചിതരായ മനുഷ്യർ. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഫോണിന്റെ മറുവശത്ത് ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ശബ്ദം കേട്ട് കരയാതിരിക്കാൻ പാടുപെടുന്ന പച്ചയായ ഒരു മനുഷ്യൻ. അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ഉടൻ ഓടിയെത്താൻ കഴിയാത്തവൻ. അമ്മയുടെ അവസാന ആഗ്രഹം പോലും ചിലപ്പോൾ വീഡിയോ കോളിലൂടെ മാത്രം കേൾക്കേണ്ടി വരുന്നവൻ. കുഞ്ഞ് ആദ്യമായി നടന്നതും, ആദ്യമായി സ്കൂളിൽ പോയതും, ആദ്യമായി സമ്മാനം നേടിയതും അവൻ്റെ ജീവിതത്തിലെ എത്രയോ വിലപ്പെട്ട നിമിഷങ്ങളും അവൻ നഷ്ടപ്പെടുത്തിയത് ഒരു പ്രവാസിയായതുകൊണ്ട് മാത്രമാണ്. എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. മറ്റൊന്നിനും വേണ്ടിയല്ല, കുടുംബത്തിനു വേണ്ടി മാത്രമാണ്. നമ്മുടെ നാട്ടിൽ എത്ര വീടുകളുടെ ചുമരുകളിൽ പ്രവാസിയുടെ വേർപ്പുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്ര കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പിന്നിൽ പ്രവാസിയുടെ അധ്വാനമുണ്ടെന്ന് ഓർക്കണം. എത്ര വീടുകളുടെ അടുക്കളയിൽ തീ കത്തിയത് പ്രവാസിയുടെ ശമ്പളം കൊണ്ടാണ്. എത്ര വിവാഹങ്ങൾ നടന്നത് അവന്റെ പണത്തിലാണ്. എത്ര ചികിത്സകൾ മുടങ്ങാതെ പോയത് അവനയച്ച പണം കൊണ്ടാണ്. നാട്ടിലെ അനാഥാലയങ്ങൾക്ക് സഹായം വേണം, ആദ്യം വിളിക്കുന്നത് പ്രവാസിയെയാണ്. നാട്ടിലെ ഒരാൾക്ക് ഒരു ദുരന്തം ഉണ്ടായാൽ പ്രവാസിയുടെ കൈ നീളും. ഒരു വീടിന് ഒരു സഹായം ചെയ്യണം, ആദ്യം ഓർമ്മ വരുന്നത് പ്രവാസിയെയാണ്. എന്തിനേറെ, നാട്ടിലെ ക്ലബിന്റെ പരിപാടിക്ക് പോലും പിരിവിന് ആദ്യം വിളിക്കുന്നത് പ്രവാസിയായിരിക്കും. അങ്ങനെ വർഷങ്ങളോളം എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് മറുപടിയായിരുന്നവനാണ് ഒരു പ്രവാസി. പക്ഷെ ഒരിക്കൽ അവന്റെ തൊഴിൽ അവസാനിക്കും, അവൻ നാട്ടിലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ്. പണം കായ്ക്കുന്ന മരം വെട്ടിക്കളഞ്ഞതുപോലെ അവന്റെ വിലയും അവസാനിക്കുന്നു. ഇന്നലെ വരെ എല്ലാവർക്കും സഹായമായിരുന്ന മനുഷ്യൻ ഇന്ന് സ്വന്തം മരുന്നിനായി മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന ചില സെക്യൂരിറ്റി ജീവനക്കാരിലും, ഹോട്ടൽ തൊഴിലാളികളിലും, ഓട്ടോ ഡ്രൈവർമാരിലും, ടാക്സി ഡ്രൈവർമാരിലും ഒക്കെ ഒരിക്കൽ വിദേശത്ത് ജോലി ചെയ്തിരുന്നവരുണ്ട്. ഒരിക്കൽ കുടുംബത്തിനും നാടിനും വേണ്ടി സ്വന്തം യൗവനം മുഴുവൻ വിദേശ മണ്ണിൽ കുഴിച്ചു മൂടിയവർ. അതെ, പ്രവാസികൾ സമ്പന്നരാണ്. പക്ഷെ അവരുടെ സമ്പത്ത് ബാങ്ക് അക്കൗണ്ടിലല്ല, സ്നേഹത്തിന്റെ ഹൃദയത്തിലാണ്, ത്യാഗത്തിലാണ്, ഓർമ്മകളിലാണ്, നഷ്ടപ്പെടുത്തിയ യൗവനത്തിലാണ്. പ്രവാസ ജീവിതം അവസാനിക്കുമ്പോൾ പലരുടെയും കയ്യിൽ ബാക്കിയാകുന്നത് സമ്പാദ്യം മാത്രമല്ല, പ്രമേഹവും രക്തസമ്മർദ്ദവും നട്ടെല്ലിന്റെ വേദനയും തുടങ്ങി ഒരുപിടി അസുഖങ്ങൾ, വർഷങ്ങളായുള്ള ശാരീരിക ക്ഷീണവും ഒറ്റപ്പെടലും. അതാണ് പല പ്രവാസികളുടെയും ജീവിതത്തിന്റെ മറുവശം. അപ്പോഴും നമ്മൾ ചോദിക്കും, അവൻ ദരിദ്രനാണോ, അവനെന്തിനാ പണമെന്ന്? ഇവിടെയാണ് പ്രവാസി പെൻഷന്റെ ആവശ്യം. ആഡംബര ജീവിതത്തിനല്ല, അവന്റെ ജീവൻ നിലനിർത്താനുള്ള മരുന്ന് വാങ്ങാനാണ്, ഡോക്ടറെ കാണാൻ, സ്വന്തം ജീവിതത്തിന്റെ അവസാന കാലത്ത് മക്കളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാനാണ്, ഓണക്കാലത്ത് തൻ്റെ പേരക്കുട്ടിക്ക് ഒരു ചെറിയ ഓണക്കോടി വാങ്ങിക്കൊടുക്കാനാണ്, വർഷങ്ങളോളം മറ്റുള്ളവരുടെ വീടുകളിൽ ഓണമുണ്ടാക്കാൻ സഹായിച്ചവന് സ്വന്തം വീട്ടിലും ഒരു ഓണമുണ്ടെന്ന് ഉറപ്പാക്കാനാണ്. ഒരു പ്രവാസി ചോദിക്കുന്നത് ആരുടെയും ഔദാര്യമല്ല, ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തൻ്റെ യൗവനവും അധ്വാനവും നൽകിയ, അങ്ങനെ നൽകിയിട്ട് തിരിച്ചെത്തിയ ഒരാളിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും, അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും, അവർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. കാരണം പ്രവാസി പെൻഷൻ ഒരു സഹായമല്ല, അത് ഓരോ പ്രവാസിയുടെയും അവകാശമാണ്, ആരുടെയും ഔദാര്യമല്ല. നാടിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച പ്രവാസിയെ
അവൻ്റെ ജീവിത സായാഹ്നത്തിൽ നാട് മറക്കരുത്.